നമസ്കാരം. ബംഗാൾ ഉൾക്കടലിന് സമീപം പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ഇത് പുതിയ ഒരു യുദ്ധ നീക്കത്തിനുള്ള ശ്രമമാണോ എന്നാണ് സംശയിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില പ്രസ്താവനയൊക്കെ ഇറക്കിയത്. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള ഖ്വാജ ആസിഫ് പറഞ്ഞത്, സിന്ധു നദിയിലെ ഒരു തുള്ളി ജലമെങ്കിലും ഇന്ത്യ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരതത്തിനെതിരെ യുദ്ധം നടത്തും എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഖ്വാജ ആസിഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്ക് തലയുടെ ആണിക്കല്ലെന്തോ ഇളകി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ സാമ്പത്തികമായി അടിമുടി തകർന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഭീകരവാദ ആക്രമണങ്ങൾ 42% അത് 50% കഴിഞ്ഞിരിക്കുന്നു. POKയിൽ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. അവിടുത്തെ അവാമി ജോയിന്റ് കമ്മിറ്റി ലക്ഷക്കണക്കിന് ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രക്ഷോഭം നടക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല. POKയിൽ അവർ ഭീകരവാദികളെ തീറ്റിപ്പോറ്റാനും അവർക്ക് താവളം ഒരുക്കുവാനും ആർമിയെ കൊണ്ട് അവർക്ക് പരിശീലനം നടത്തുവാനും ഒക്കെയാണ് POKയിൽ ശ്രമം നടത്തുന്നത്. അല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരിറ്റ് ജലമെങ്കിലും കൊടുക്കുവാനുള്ള ഒരു നീക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അതുപോലെ തന്നെയാണ് ബലൂചിസ്ഥാൻ മേഖലയിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ ജനങ്ങളെ അത്യധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബലൂചിസ്ഥാനിൽ ശക്തമാകുന്നതും ആർമി അവിടുത്തെ സാധാരണ ജനങ്ങളെ കൊന്നെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ബലൂച്ച് ആർമി പാകിസ്ഥാൻ്റെ ആർമിക്കെതിരെ ശക്തമായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അവരെ തിരിച്ചാക്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം പാകിസ്ഥാനിൽ ഉണ്ടായത് ഇതൊക്കെ കൊണ്ടാണ്. അങ്ങനെ പാകിസ്ഥാനിനകത്ത് പോലും മറ്റു തരത്തിലുള്ള അൽ-ഖ്വയ്ദ പോലുള്ള ഭീകരവാദികൾ പാകിസ്ഥാനെയാണ് ഇപ്പോൾ ആക്രമിക്കുന്നത്. അതിന് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഭീകരവാദികളുടെ നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ നടക്കുമ്പോഴാണ് ഭാരതത്തിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായിട്ട് ഖ്വാജ ആസിഫ് നീങ്ങിയിട്ടുള്ളത് എന്നത് നമുക്ക് ചിരിക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു സമീപം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുമ്പോൾ, കാരണം കഴിഞ്ഞ വർഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വെറും 4 ദിവസം കൊണ്ട് പാകിസ്ഥാനെ കരയിച്ചത്, പാകിസ്ഥാനെ മുള്ളിച്ചത് 4 ദിവസം കൊണ്ടാണ്. ഭാരതവുമായി പാകിസ്ഥാൻ നടത്തിയ ഒരു യുദ്ധത്തിലും പാകിസ്ഥാൻ വിജയിച്ചിട്ടില്ല. ഒരു കാലത്ത് ഭാരതത്തെക്കാൾ കൂടുതൽ യുദ്ധോപകരണങ്ങൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന സമയമുണ്ട്. ആ സമയത്ത് പോലും പാകിസ്ഥാന് ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. 1948-ലായാലും 60-കളിലായാലും 70-കളിലായാലും ഒക്കെ പാകിസ്ഥാൻ അടിയറവ് പറയിച്ചിട്ടേ ഉള്ളൂ ഇന്ത്യ. അങ്ങനെ പാകിസ്ഥാന് വലിയ പിന്തുണയായിരുന്നു ആ സമയത്തൊക്കെ അമേരിക്ക നൽകിയിരുന്നത്. പക്ഷെ ആ അമേരിക്ക അത്തരത്തിലുള്ള പിന്തുണ നൽകിയിരുന്നപ്പോൾ പോലും പാകിസ്ഥാന് ഇന്ത്യക്കുമേൽ വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഇപ്പോൾ ഭാരതത്തിന് പാകിസ്ഥാനേക്കാൾ എത്രയോ ഇരട്ടി ആയുധങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഡിപ്ലോയിഡ് വാർഹെഡ്സ്, അതായത് നിറച്ചു വച്ചിരിക്കുന്ന വാർഹെഡ്സ് പോലും 14 ഉണ്ട്. പാകിസ്ഥാനിൽ അത് 0. ഇന്ത്യക്ക് ടോട്ടൽ വാർഹെഡ്സ് ഇപ്പോൾ 190. പാകിസ്ഥാൻ്റെ ഇരട്ടിയിലധികം വേഗത്തിലാണ് ഇന്ത്യ വാർഹെഡ്സുകൾ വർദ്ധിപ്പിച്ചത്. ആ രീതിയിൽ പാകിസ്ഥാനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് പല നീക്കങ്ങൾ നടത്തുന്നത്. ഇന്ത്യ ഇനി അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നു. 12,000 കിലോമീറ്റർ ദൈർഘ്യമാണ് അഗ്നി 6 പോകുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന് ലോകവ്യാപകമായിട്ട് ആവശ്യക്കാർ ഏറെ വരുന്നുണ്ട്. കാരണം അത്ര കൃത്യതയോടുകൂടിയുള്ള നീക്കങ്ങളാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ നിന്നുണ്ടാകുന്നത്. പാകിസ്ഥാനിലെ കിരാന കുന്നുകളിൽ അവർ ശേഖരിച്ചു വെച്ചിരുന്ന ആണവായുധങ്ങളും അണവായുധ ശേഖരങ്ങളും അതോടൊപ്പം തന്നെ യുറേനിയവും ഒക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ആ രീതിയിൽ വളരെയധികം ശക്തമായ സൈനിക സംവിധാനങ്ങളാണ് ഭാരതത്തിനുള്ളത്. 32 സ്ക്വാഡ്രോണാണ് ഇപ്പോൾ ഉള്ളത്. 42 വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. 114 റാഫേലുകളാണ് ഭാരതം ഓർഡർ ചെയ്തിട്ടുള്ളത്. 90 അത് ഭാരതത്തിനകത്ത് നിർമ്മിക്കുവാൻ പോകുന്നു. ഇത്തരത്തിൽ ഭാരതം സൈനികമായി വളരെയധികം സമ്പന്നമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വ്യോമസേനയായി ഭാരതം മാറുന്നു. അത് ഉടൻ തന്നെ 3ാമതേക്ക് എത്തും. ലോകത്തിലെ ആദ്യത്തെ 3ാം സ്ഥാനത്തേക്ക് ഭാരതം എത്തുവാനും പോകുന്നു. കാരണം ചൈനയെ മറികടന്ന് ഉടൻ തന്നെ ഭാരതം ആ സ്ഥാനത്തേക്ക് എത്തും. ചൈന പോലും അമ്പരക്കുകയാണ് ഭാരതത്തിൻ്റെ ഈ വളർച്ച കണ്ടിട്ട്. ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഭാരതം മാറാൻ പോകുന്നത്. ആ ഭാരതത്തിനോടാണ് പാകിസ്ഥാൻ ഈ കളിയൊക്കെ നടത്തുന്നത്. എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ അവരെന്തെങ്കിലും അന്തർവാഹിനിയെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അന്തർവാഹിനി എന്നേക്കുമായി കടലിൽ പോകാനുള്ള സാധ്യതയെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ.